ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിഭൂതി തിരുനാൾ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അവസാന വേളയിൽ ഉയർന്നു പാറിയ കുരുത്തോലകൾ ചാരമായി നമ്മുടെ നെറ്റിയിൽ കുരിശിഹ്നമായി വരയ്ക്കപ്പെടുന്ന ദിനം. ആന്തരിക നേത്രങ്ങൾ ധ്യാനപൂർവ്വം തുറക്കേണ്ട ഒരു ദിവസമാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് ഞാനും നിങ്ങളുമെന്ന് നെറ്റിയിലെ നനവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നു മുതൽ ആരംഭിക്കുന്ന നമ്മുടെ നോമ്പുകാലം തിരിച്ചറിവുകളുടെയും നടത്തങ്ങളുടെയും കാലമാകട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നോമ്പുകാലം ജീവിത ദിശകളെ വീണ്ടും കണ്ടെത്തുന്ന സമയമാണെന്ന്. 2019 വിഭൂതി ദിനത്തിൽ പാപ്പ ഇങ്ങനെ പറഞ്ഞു: നോമ്പുകാലം ആത്മാവിനെ വിളിച്ചുണർത്തുന്ന സ്വരമാണ്. ആത്മീയ അന്വേഷണങ്ങൾ തിരിച്ചറിവുകളിലേക്ക് നമ്മളെ നയിക്കണം. നഷ്ടമായതും ചിതറിപ്പോയതും ഇടറിപ്പോയതുമൊക്കെ തിരിച്ചറിയണം നമ്മൾ ഈ നാളുകളിൽ. ആദത്തിൻ്റെയും ഹവ്വായുടെയും കഥ മുതൽ ഇന്നലെ കേട്ട ജീവിതാനുഭവങ്ങളുടെ കഥാപാത്രങ്ങൾ വരെ വിലപിക്കുന്നത് നഷ്ടമാകുന്ന നിഷ്കളങ്കതയെക്കുറിച്ച് ഓർത്താണ്. പത്രോസിനെ പോലെ നമ്മൾ ഗുരുവിനെ നിഷേധിക്കുമ്പോൾ അവൻ നമ്മെ ഒന്ന് നോക്കും. ആ നോട്ടത്തിൽ കൊടുങ്കാറ്റിൽപ്പെട്ടൊരു പായ്വഞ്ചി പോലെ അവൻ ഉലയും. തിരിച്ചറിവിൽ ഹൃദയം പൊട്ടി കരയും. സ്നേഹമുള്ളവരെ, തിരിച്ചറിവുകൾ തിരിച്ച് നടത്തങ്ങളാകട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. ജോൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം. നോമ്പ് തിരിച്ചു നടക്കാനുള്ള സമയമാണ്. തകർച്ചയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, ഭയത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക്, കീഴടങ്ങലിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തം. കുരിശു വരെയും പരിത്യാഗ പ്രവർത്തനവും ഉപവാസവും ഒക്കെ ഇതിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രം. ഹൃദയം ക്രിസ്തുവിലേക്ക് തിരിയുന്നതിൻ്റെ അടയാളമാണത്. അന്ന് ദാവീദിന് വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് അതിനെ വീണ്ടും പഴയ കാലത്തെന്നതുപോലെ ഞാൻ പണിതുയർത്തും. ആമോസിന്റെ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം തിരുവചനം. തിരുത്താനും പണിതുയർത്തുവാനുമുള്ള കാലമാണ് നോമ്പുകാലം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.